ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നോ അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോ തോറ്റുപോയെന്ന് വരും, പക്ഷെ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം, ഐ എം ഡിഫറെന്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ബീൻസ് എല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം മൂത്തത് ഭയങ്കരമായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവത്തില്ല. മൂക്കുന്നതിന് മുമ്പ് നമുക്ക് പറിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പം നമുക്കൊരു കറിക്കുള്ള ബീൻസ് അതിൽ നിന്ന് കിട്ടി. ഇനിയും വലുതായി വരുന്നുണ്ട്. പക്ഷേ ഇപ്പം മൂത്തതെല്ലാം കൂടി ഞാൻ പറിച്ചു. കാരണം ഇനി നിർത്തി കഴിഞ്ഞാൽ മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടിയതെല്ലാം നമ്മൾ ഒരു കൊട്ടയിൽ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. പിള്ളേർക്കും ഇതൊരു ഫസ്റ്റ് അനുഭവമായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ കഴിച്ചിട്ടുള്ളതല്ലാണ്ട് ഒരു ചെടിയിൽ നിന്ന് പറിക്കണതിൻ്റെ ഒരു അനുഭവം അത് വേറെ ഒന്നും തന്നെയല്ലേ. അതുപോലെ തന്നെ ഇവർ തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസം അതെല്ലാം ഗ്രീൻ കളറിലായിരുന്നേ. അപ്പോൾ ഇത് ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് ഇവരാരും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്ന റെഡ് കളറിലാണ് ടൊമാറ്റോ ഇരിക്കുന്നത്, ഗ്രീൻ കളറിലല്ലാന്ന്. അങ്ങനെ ഗ്രീൻ കളറിലുള്ള ടൊമാറ്റോ റെഡ് ആയതെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇപ്പോൾ ഇത് ടൊമാറ്റോ ആയി എന്നാണ് പറയുന്നത് കേട്ടോ. അവർ രണ്ടുപേരും കൂടിയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണെ, തൊട്ട് നോക്കിയും തലോടി നോക്കിയൊക്കെ അത് ഡിസ്കസ് ചെയ്യുകയാണ് കേട്ടോ അതിനെക്കുറിച്ചൊക്കെ. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ബീൻസൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ നീരാട്ടിലിറക്കാം. അങ്ങനെ ബീൻസ് വലിയ കാര്യമായിട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ എന്നും നനയ്ക്കുന്നതാണ്. ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, വിഷാംശങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഉപ്പ് വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളതിന് നല്ല സ്ലൈസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് കറി വെക്കുന്നേക്കാളും ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് കറി വെച്ച് നോക്കണേ. ഇങ്ങനെ ചരിച്ചരിയുമ്പം അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ എസൻസ് ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ അരിഞ്ഞ് കറി വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇന്ന് ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബീൻസ് തോരനാണ് ഉണ്ടാക്കുന്നത്. വേറെ പൊടികളോ ഒന്നും ചേർക്കുന്നില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്. ഒത്തിരി നേരം നമുക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ബീൻസ് ചെറുതാക്കി അരിഞ്ഞെടുത്തു, അതുപോലെ സവാള അരിഞ്ഞെടുത്തു, പച്ചമുളക് അരിഞ്ഞെടുത്തു. നേരെ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഈ സംഭവങ്ങളെല്ലാം നേരിട്ട് ചേർക്കുകയാണ് ചെയ്തത്. ഉള്ളി വഴറ്റാനും വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ വഴറ്റി സമയം കളയാനൊന്നും നിന്നിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ വെളുത്തുള്ളിൽ ഇട്ടിട്ടു, ഇച്ചിരി ഉപ്പിട്ടു, അതേപോലെ ഇച്ചിരി കുരുമുളക് പൊടി മാത്രമേ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒന്ന് നന്നായിട്ട് തീ കുറച്ച് വെച്ച് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ആവിയിലൊന്ന് വേവിച്ച് കൊടുക്കുക. ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ചട്ടീനാരും കുറ്റം പറഞ്ഞു പറയരുത്. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി ഞാൻ സ്ക്രബ്ബർ വെച്ച് ഉരച്ച് കളഞ്ഞ് നോൺ സ്റ്റിക്ക് പാനിന് ഇങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ. അല്ലാണ്ട് എൻ്റെ കെട്ടിയോൻ പറഞ്ഞ മാതിരി എനിക്ക് അറിയാത്തതുകൊണ്ട് അബദ്ധം പറ്റുമെന്നല്ല കേട്ടോ. ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും. ഇനി വീണ്ടും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു വെരി മച്ച്.